Dear students, very good morning all. Once more all are welcome to Auditing Video Classroom. Today we are going to discuss internal check regarding wages. For a multinational company, especially production oriented ആയിട്ടുള്ള ഒരു യൂണിറ്റിൽ വേജ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, വേജസ് പേയ്മെന്റ് നടത്തുമ്പോൾ അതിനകത്തുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ് ഓർ മാനിപ്പുലേഷൻസ് ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നല്ല ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഈ വേജ് ഷീറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേജസിനെ സംബന്ധിച്ചുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് വേജസ്. Internal check regarding wages. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ വേജ് പേയ്മെന്റ് നടത്തുന്ന കേസിൽ എങ്ങനെയാണ് ഒരു ഫോമിനകത്ത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളത്. In every manufacturing firm, there are large number of workers. നമുക്കറിയാം, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് സ്കിൽഡ് വർക്കേഴ്സ്, സെമി സ്കിൽഡ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ഒത്തിരി വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്ന സൂപ്പർവൈസർ അല്ലെങ്കിൽ വർക്ക്സ് മാനേജർ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആയിരിക്കും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ. സോ ദ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്തോറും ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകളാണ്, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടുകളിലൊക്കെ വർക്കിന് വരുന്ന ഒന്നോ രണ്ടോ ആളുകളാണ് വരുന്നതെങ്കിൽ നമുക്കൊരു സംശയമില്ല, ഈവനിങ്ങിൽ അവർ വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയം അവർക്ക് ഒരാൾക്ക് എത്ര രൂപ എന്ന് വെച്ചുകൊണ്ട് രണ്ടാൾക്കും കൂടി പേയ്മെന്റ് കൊടുത്തു തീർക്കാം. അതല്ല, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ മോർ ദാൻ 100 ഓർ മോർ ദാൻ 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരേ സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തണം. അവർ വർക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർ വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ളതിന്റെ രീതി ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേജ് പേയ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് വേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, പേയ്മെന്റ് നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ ഹ്യൂജ് എമൗണ്ട് ആർ സ്പെൻഡ് ഓൺ വേജസ്. എല്ലാ കമ്പനീസും വലിയൊരു എമൗണ്ട് ഈ ഒരു വേജ് പേയ്മെന്റിലൂടെ തന്നെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. By nature, there are a greater possibility of errors, fraud and irregularities regarding wages. അപ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓരോ മന്ത് എൻഡിലും ഈ വേജ് പേയ്മെന്റിന് വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് പേയ്മെന്റ് നടത്തുമ്പോൾ ഇത് ആക്ച്വൽ ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ കയ്യിൽ കിട്ടാണ്ടിരിക്കുകയും ഫിക്ടീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ആളുകൾക്ക് പേയ്മെന്റ് കൊടുത്തു എന്ന് എഴുതി കാണിക്കുകയും അങ്ങനെ കമ്പനിക്ക് ലോസ് ഉണ്ടാക്കുകയും എന്നുള്ള നല്ല സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ പേയ്മെന്റ് ഓഫ് വേജസ് അല്ലെങ്കിൽ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നല്ല ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം എങ്ങനെ ഫോളോ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, the following are the some of examples of errors, fraud and irregularities regarding wages. എന്തൊക്കെയാണ് ഈ വേജസിന്റെ കേസിൽ ഫ്രോഡ് അല്ലെങ്കിൽ എറേഴ്സ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് കടന്നു വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്പർ 1, inclusion of fictitious name of dummy workers and host workers in the wage sheet. അപ്പോൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ആളുകളുടെ പേരുകൾ വേജ് ഷീറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ട് ക്യാഷ് കളക്ട് ചെയ്യുക. അപ്പോൾ അത് ഒരു ഫ്രോഡാണ്. ദാറ്റ് മീൻസ് അങ്ങനെ ഒരാളില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ കേസിൽ മരണപ്പെട്ടു പോയ ആളുകളും വോട്ട് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ വോട്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ പേരിൽ മറ്റാരെങ്കിലും വന്നിട്ട് വോട്ട് രേഖപ്പെടുത്തി പോകുന്നു. അപ്പോൾ ഡമ്മി അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ആയിട്ടുള്ള വർക്കേഴ്സിനെ വേജ് ഷീറ്റിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ക്യാഷ് എക്സ്ട്രാ കളക്ട് ചെയ്തു പോകുന്നു. രണ്ടാമത്തത്, the name of workers who have resigned or whose service dispensed with might have been included in the wage sheet. അപ്പോൾ ഒന്നെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ സർവീസ് എൻഡ് ചെയ്ത് പോയിട്ടുള്ള ആളായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോഴും വേജ് ഷീറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നു. ദെൻ ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് റേറ്റ് ഓഫ് വേജസ്.
ഇപ്പോൾ ഒരാൾക്ക് ഒരു അവർ പണിയെടുത്താൽ 100 rupees അല്ലെങ്കിൽ 150 rupees, അതിന് പകരം 200 or 250 or 300 per hour എന്ന് റെക്കോർഡ് ചെയ്തിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നു. ആക്ച്വൽ കൊടുക്കാനുള്ള എമൗണ്ട് അയാളോട് അഗ്രി ചെയ്തിട്ടുള്ളത് പെർ അവറിൽ 100 or 150 ആണ്. അപ്പോൾ ആ 100 or 150 വെച്ചിട്ട് അയാൾക്ക് പേയ്മെന്റ് നടത്തും. ബാക്കിയുള്ള എമൗണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യും. ക്യാഷ്യർ എന്ത് ചെയ്യും? ക്യാഷ്യറിന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആ ഫണ്ട് യൂസ് ചെയ്യും. അപ്പൊ ആ ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ ക്യാഷ്യർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പൊ ഈ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്ലർക്കുമാരും ക്യാഷ്യറും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം. എന്ത്? ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് റേറ്റ് ഓഫ് വേജസ്. അപ്പൊ ആക്ച്വൽ റേറ്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. Then the number of hours of work may be overstated. ഒരാൾ 8 അവർ പണിയെടുത്തിട്ടുള്ളതെങ്കിൽ 9 അവർ പണിയെടുത്തിട്ടുണ്ടെന്ന് എഴുതുക. 5 അവറാണ് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ 8 അവർ പണിയെടുത്തിട്ടുണ്ട് എന്ന് റെക്കോർഡ് ചെയ്യുക. അപ്പൊ 5 അവറെ പണിയെടുത്തിട്ടു എന്നുള്ളത് ആർക്കറിയാം? വർക്കർക്ക് അറിയാം. അപ്പോൾ വർക്കറും കാൽക്കുലേറ്റ് ചെയ്യും, ഒരു ഡേയിൽ ഞാൻ ഇത്ര അവറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കെൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ എൻ്റെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എത്രയുണ്ട്? അപ്പോൾ അവർലി ബേസിലാണ് അയാൾക്ക് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ ദെൻ ഇൻറ്റു എത്രയാണോ അയാളുടെ വർക്കിംഗ് അവേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ വർക്കേഴ്സിനും അറിയാം എത്ര കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അയാൾ 5 അവർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേജ് ഷീറ്റിൽ 8 അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എഴുതി കാണിച്ചിട്ട് കമ്പനിയിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ എറർ ആൻഡ് ഫ്രോഡ് ഇൻ ദ ടൈം ഓഫ് വർക്ക് ആൻഡ് പീസ് വർക്ക് റെക്കോർഡ്. അപ്പോൾ നമുക്കറിയാം പീസ് റേറ്റ് സിസ്റ്റത്തിൽ, ടൈം റേറ്റ് സിസ്റ്റത്തിലാണ് സാധാരണഗതിയിൽ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്നെങ്കിൽ എത്ര മണിക്കൂർ പണിയെടുത്തു എന്നതിന്റെ ബേസിൽ, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിന്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ 2 സിസ്റ്റമാണ് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഓരോ കമ്പനീസും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, there may be a fraudulent manipulation or unclaimed wages. ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ഒരാൾ പേയ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിൽ ആൾ വരാണ്ടിരിക്കുന്നു. അപ്പൊ ആ വരാണ്ടിരിക്കുന്ന ആളുടെ ഇനീഷ്യൽസ് അല്ലെങ്കിൽ സൈന് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് അയാൾ അത് വാങ്ങി എന്ന് എഴുതി ചേർത്തിട്ട് ആ ഫണ്ട് അയാൾക്ക് കൊടുക്കാതെ കമ്പനിയിലെ ആരാണോ അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്യാഷ്യർ ആരാണോ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ആ ക്യാഷ് എന്ത് ചെയ്യുന്നു? മുക്കി പോകുന്നു. ദെൻ ഡെലിബറേറ്റ് ഒമിഷൻസ് ഓഫ് ഡിഡക്ഷൻസ്. ഇപ്പോൾ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ഏതെങ്കിലും കേസിൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻ ഒന്നും കാണിക്കാതെ ഫുൾ എമൗണ്ട് കൊടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു? ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. ക്ലറിക്കൽ എറേഴ്സ് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. ക്ലറിക്കൽ എറേഴ്സ് സംഭവിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു 100 or more than 100 or 50 മെമ്പേഴ്സ് ഒക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്കെയിലിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്കെയിലിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ പീസ് റേറ്റിൽ കൗണ്ട് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കൗണ്ട് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ഇതെല്ലാം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡേന്റെ അല്ലെങ്കിൽ ലീവിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ ഓവർ ഓർ അണ്ടർ വാല്യുവേഷനിൽ ഇത് ട്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലറിക്കൽ എറേഴ്സ് ആണ്. അപ്പൊ ക്ലറിക്കൽ എറേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു എമൗണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓക്കെ, then an effective and efficient system of internal check for wages should be carefully designed in a planned way to minimize the fraudulent manipulation of records and misappropriation of cash. The following guidelines of internal check are suggested. അപ്പോൾ നല്ലൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഈ ഒരു വേജസിന്റെ കേസിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. Then internal check as regards wages. ഫസ്റ്റ് പാർട്ടിൽ മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ്. അപ്പോൾ വേജ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. സെക്കൻഡ് പാർട്ടിൽ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. വേജ് ഷീറ്റ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. Then last one, payment of wages. Payment of wages. Okay, ഇതാണ് ഫസ്റ്റ് ഇന്റേണൽ ചെക്ക് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ പാർട്ട് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ്, സെക്കൻഡ് പാർട്ട് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് ആൻഡ് തേർഡ് പാർട്ട് പേയ്മെന്റ് ഓഫ് വേജസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ് ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ ടൈം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര അവറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള
ടൈം എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ്. രണ്ടാമത്തെ പാർട്ട് പീസ് വർക്ക് റെക്കോർഡ്. പീസ് വർക്ക് റെക്കോർഡ്. പീസ് വർക്ക് റെക്കോർഡ് അതായത് പീസ് റേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ കമ്പനിയിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻസ് നടത്തണം. മൂന്നാമത്തെ പാർട്ട് ഓവർ ടൈം. ഓവർ ടൈം റെക്കോർഡ്. ഒരാൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എത്ര അവറാണ് ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ പാസ് ഔട്ട്. ഓക്കെ, ഇങ്ങനെയാണ് മെയിൻ്റനൻസ് ഓഫ് വേജ് ഷീറ്റ്. അതായത് ഒരു വേജ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രീതി. ഒന്നാമത്തത് ടൈം റെക്കോർഡ് ചെയ്യുക, രണ്ടാമത്തത് പീസ് വർക്ക് റെക്കോർഡ് ഉണ്ടാക്കുക, മൂന്ന് ഓവർ ടൈം റെക്കോർഡ് ഉണ്ടാക്കുക, ദെൻ ഫോർത്ത് വൺ പാസ് ഔട്ട് റെക്കോർഡ്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്, ടൈം റെക്കോർഡ് ചെയ്യുന്നതിന് ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ടൈം റെക്കോർഡ് ചെയ്യാൻ എന്ത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ടൈം അയാൾ വർക്ക് ഇൻവോൾവ് ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ടൈം റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ഒന്ന് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്. ഒരു ക്ലോക്ക് ഫോമിനകത്ത് അല്ലെങ്കിൽ ആ വർക്ക് സൈറ്റിനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനകത്ത് അയാൾ ഇൻവോൾവ് ആകുന്ന ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ അയാൾ പുറത്തേക്ക് പോകുന്ന സമയവും അതിനകത്ത് റൈറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അവിടെ ടൈം എന്തായി, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ്, യൂസ് ഓഫ് ടോക്കൺസ് യൂസ് ചെയ്യാം. യൂസ് ഓഫ് ടോക്കൺസ്. ദെൻ തേർഡ് വൺ അറ്റൻഡൻസ് റെക്കോർഡ്. അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഓരോ ആളുകളും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പ്രസന്റ് മാർക്ക് ചെയ്യാം. ദെൻ അയാൾ ലീവ് എടുത്ത് പോവുകയാണെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ എത്ര ടൈമിലാണ് അയാൾ വന്നിട്ടുള്ളത്, അപ്പൊ ആ ടൈം എഴുതിക്കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ടോക്കൺ കാർഡ് അല്ലെങ്കിൽ പഞ്ച് കാർഡ്. അപ്പൊ ആ കാർഡ് എന്ത് ചെയ്യും, പഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷീനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ അതിന്റെ ലിസ്റ്റ് കിട്ടും. ദെൻ ടൈം റെക്കോർഡ് ക്ലോക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ടൈം എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ട് നമ്മൾ എന്താ പറഞ്ഞത്, പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ദെൻ തേർഡ് പാർട്ടിൽ പേയ്മെന്റ് ഓഫ് വേജസ്, പേയ്മെന്റ് നടത്തി തീർക്കണം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ടൈം റെക്കോർഡ്സ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത്. Then wages are usually paid to workers according to time spent by them. എത്ര ടൈമാണ് അയാൾ വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ബേസ് കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടൈം റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ടൈം റെക്കോർഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്ര ടൈം അയാൾ വർക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. വർക്കേഴ്സ് അക്കോർഡിംഗ് ടു ടൈം സ്പെൻഡ് ബൈ ദം. Then the time spent by each worker should be correctly recorded. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കറക്റ്റ്ലി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ക്ലോക്ക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പഞ്ച് കാർഡ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടോക്കൺസ് യൂസ് ചെയ്യുന്നു, ദെൻ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ അയാളുടെ ആക്ച്വൽ അറൈവ് ആയിട്ടുള്ളതും ഡിപ്പാർച്ചർ ആയിട്ടുള്ള ടൈമും എന്ത് ചെയ്യാണ്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ടൈം. Then each worker is provided with a time card. He should punch the card at the time of arrival to departure from the place of work. Okay. അപ്പോൾ ക്ലോക്കിൽ നോക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ പഞ്ച് കാർഡ് അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അയാൾ എൻ്റർ ചെയ്യുന്ന സമയം, ഡിപ്പാർച്ചർ ചെയ്യുന്ന സമയം കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻ്റർ ചെയ്യാനും പുറത്തേക്ക് പോകാനും പാടുള്ളൂ. ആൻഡ് ദ ഫോർമാൻ ഇൻ ചാർജ് ഷുഡ് കളക്ട് ദ കാർഡ് ആൻഡ് പുട്ട് ഇനീഷ്യൽ ഫോർ ദ എൻട്രീസ് ഓൺ ദം ആൻഡ് ടു സെൻഡ് ടു ദ വേജ് ഓഫീസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തുണ്ട്, ഈ ഒരു റെക്കോർഡ്സ് ആരാണ്, ഫോർമാൻ ആണ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക്സ് മാനേജർ. ഓക്കെ, അപ്പോൾ ഈ വർക്ക്സ് മാനേജർ എന്ത് ചെയ്യും, ഇതിന്റെ ഒരു കോപ്പി എവിടേക്ക് കൊടുക്കും, ഈ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വേജ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആയാൽ എന്തായി, ടൈം എത്ര ടൈമിലാണ് ഒരു വർക്കർ ഈ ഒരു കമ്പനിയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിന്റെ
ലിസ്റ്റ് അവൈലബിൾ ആവും. ഇത് എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് ഓഫ് വേജസ് കൊടുക്കാൻ വേണ്ടി വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വേജ് ഓഫീസിലേക്ക് ഫോർമാൻ അല്ലെങ്കിൽ വർക്ക്സ് മാനേജർ ഫോർവേഡ് ചെയ്ത് പോകും. ദെൻ പീസ് വർക്ക് റെക്കോർഡ്. നമുക്കറിയാം പീസ് വർക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തോ അതിനെ ബേസ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ആ യൂണിറ്റിന്റെ ക്വാണ്ടിറ്റി അതുപോലെ അതിന്റെ ക്വാളിറ്റി ഇതൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ദ വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പീസ് വേജ് സിസ്റ്റം, wages are paid according to the actual work performed by a worker. അവിടെ ടൈമിനല്ല പ്രാധാന്യം, അയാൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 1 hour വർക്ക് ചെയ്തോ 2 hour വർക്ക് ചെയ്തോ ഹാഫ് ആൻ അവർ വർക്ക് ചെയ്തിട്ടുള്ളോ ഇതൊന്നുമല്ല ചെക്ക് ചെയ്യുന്നത്, എത്ര യൂണിറ്റ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് തന്നെ. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേയ്മെന്റും കൊടുക്കുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം ഈച്ച് വർക്കർ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ ജോബ് കാർഡ് ഓർ പീസ് വർക്കേഴ്സ് കാർഡ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ കാർഡിനകത്ത് അയാൾ എന്ത് ചെയ്യും, ഓരോ ഡേയിൽ, ഇപ്പൊ മൺഡേയില് 100 യൂണിറ്റ് ആണ്, ട്യൂസ്ഡേയില് 50 യൂണിറ്റ്സ് ആണ്, ദെൻ വെനസ്ഡേയില് 75 യൂണിറ്റ്സ് ആണ്. അപ്പൊ എത്ര യൂണിറ്റ് ആണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള അതിനകത്ത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് പോകണം. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ജോബ് ഡൺ ബൈ ഈച്ച് വർക്കർ ഈസ് ടു ബി റെക്കോർഡഡ് ഓൺ ദ കാർഡ് വിച്ച് ഷുഡ് ബി കൗണ്ടഡ് സൈൻഡ് ബൈ ദ ഫോർമാൻ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്ത് ചെയ്യണം, ഫോർമാന് ഓരോ ഡേയിലും അത് ഫിസിക്കലി വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് ആ ക്വാണ്ടിറ്റി ഓക്കെ ആണെന്ന് കണ്ടാൽ ആ കോളത്തിൽ എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫോർമാന് ഇപ്പോൾ മന്ത് എൻഡിലാണ് പേയ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ വീക്കെൻഡിലാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ വീക്കെൻഡിൽ വേജ് ഓഫീസിലേക്ക് ഇതിന്റെ കോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ആൻഡ് ദ ജോബ് കാർഡ് ഷുഡ് ബി ഫൈനലി ചെക്ക്ഡ് ബൈ ദ പീസ് വർക്ക് റിവ്യൂവർ. അപ്പോൾ പീസ് വർക്കിന്റെ റിവ്യൂവർ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ വെറുതെ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, കമ്പനി പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. അപ്പൊ സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിന് സൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ റിവ്യൂവർ വന്നിട്ട്, അതായത് പീസ് വർക്കിന്റെ റിവ്യൂവർ വന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അത് ആ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ ആണെന്ന് കണ്ടാൽ അത് പേയ്മെന്റ് കൊടുക്കാൻ അയാൾക്ക് വില്ലിംഗ് ആണ്. അപ്പൊ അതിന് എന്തെങ്കിലും അയാൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി വേജ് ഓഫീസിലേക്ക് ഇതിന്റെ കോപ്പി ഫോർവേഡ് ചെയ്തു പോകും. തേർഡ് പാർട്ടില് ഓവർ ടൈം റെക്കോർഡ്. ഓവർ ടൈം റെക്കോർഡ്, ഈ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ വോളിയം കൂടും, അതേസമയം സൂപ്പർവിഷൻ എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ വോളിയം കൂടുകയും ചെയ്യും. ഓക്കെ, ദെൻ സംടൈംസ് ദ വർക്കേഴ്സ് ആർ അലൗഡ് ടു വർക്ക് ഓവർ ടൈം. In such cases, overtime cards or slips should be sanctioned by some responsible authority. ഇപ്പോൾ സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ വർക്ക്സ് മാനേജറിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർ ടൈം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓവർ ടൈമിന് പ്രത്യേകമായിട്ടുള്ള കാർഡ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ പീസ് റൈറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പീസ് വർക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു പഞ്ച് കാർഡ് അല്ലെങ്കിൽ ഒരു കാർഡ്, ജോബ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓവർ ടൈം സ്ലിപ്പ് വർക്ക് ചെയ്യുന്നതിനുള്ള സ്ലിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് സ്ലിപ്പ് ഷുഡ് ബി സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ആൻഡ് സെൻഡ് ടു ടൈം കീപ്പർ ഹു വുഡ് ദം ഫോർവേഡ് ദം ടു ദി വേജ് ഓഫീസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ പീസ് റൈറ്റ് സിസ്റ്റത്തിനല്ല പ്രാധാന്യം ഉണ്ടാവുക ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ. ഓവർ ടൈമിൽ എത്ര ടൈമാണ് അയാൾ ഓവർ ആൻഡ് അബോവ് ആയിട്ട് വർക്ക് ചെയ്തതെന്നുള്ളതിന്റെ ടൈമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, 2 hour ഓർ 3 hour അല്ലെങ്കിൽ 4 hour അയാൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വോളിയത്തിനനുസരിച്ചിട്ട് അയാൾക്ക് എന്തുണ്ടായിരിക്കും, പേയ്മെന്റും കിട്ടിക്കൊണ്ടിരിക്കും. ദ ലാസ്റ്റ് വൺ, പാസ് ഔട്ട് റെക്കോർഡ്സ്. ഇപ്പൊ പാസ് ഔട്ട് റെക്കോർഡ്സ്, ദ വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ലീവ് ദ ഫാക്ടറി ഫോർ ദർ പേഴ്സണൽ അഫയേഴ്സ് ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ്. സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറിന്റെ വർക്കിംഗ് അവർ എപ്പോഴാണോ എൻഡ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഫാക്ടറിയിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുമതിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യരുത്, അങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവ് ഒരു കാരണവശാലും ഒരു വർക്കേഴ്സിനും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. The workers may be permitted to leave the factory with the written permission of the foreman or works manager. ഇപ്പോൾ വർക്ക്സ് മാനേജറിന്റെ അല്ലെങ്കിൽ ഫോർമാന്റെ റിട്ടേൺ ആയിട്ടുള്ള ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്കിംഗ് അവേഴ്സിന് ലീവ് എടുത്ത് വേണ്ടി പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പോകുന്ന സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ അറ്റൻഡൻസ് റെക്കോർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമാൻ അല്ലെങ്കിൽ വർക്ക്സ് മാനേജർ
അത് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ രാവിലെ അയാൾ വന്നിട്ടുള്ള ടൈം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താ പറയുക, ആക്സിഡന്റലി എന്തെങ്കിലും പ്രോബ്ലംസ് അലേർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോർമാനോ അല്ലെങ്കിൽ വർക്ക്സ് മാനേജറോ പെർമിഷൻ കൊടുക്കും. അപ്പൊ ആ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇയാൾ ഡിപ്പാർച്ചർ ആയിട്ടുള്ള ടൈമും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. Then for this pass the outslip is issued to the worker by the works manager. 2 copies of such slips are prepared. അപ്പൊ അങ്ങനെ പാസ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ 2 കോപ്പി പ്രിപ്പയർ ചെയ്യണം. Then 1 copy of slip should be handed over to the gatekeeper. ഗേറ്റ്കീപ്പർക്ക് ഫോർവേഡ് ചെയ്യുന്നു ഒരു കോപ്പി. Then and other copy should be sent to the wage office. ഓക്കെ. അപ്പൊ വേജ് ഓഫീസിലേക്ക് അനദർ കോപ്പി സെൻഡ് ചെയ്യും, ഒരു കോപ്പി ഗേറ്റ് കീപ്പർക്ക്. എന്ന് പറഞ്ഞാൽ ഗേറ്റ് കീപ്പർ അറിയണം ഇങ്ങനെ ഒരു വർക്കർ പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ഗേറ്റ് കീപ്പർക്കും വേജ് ഓഫീസിലേക്കുമായിട്ട് 2 കോപ്പി ഈ പാസ് ഔട്ട് റെക്കോർഡിൻ്റെത് പ്രിപ്പയർ ചെയ്യും. ദെൻ മേജർ ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. വേജ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ preparation of wage sheet. The method and procedure of preparing the wage sheet should be carefully planned to minimize the possibility of over and under or wrong payment to workers. Okay. അപ്പോൾ വർക്കേഴ്സിന് കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കുന്നിടത്ത് മാനിപ്പുലേഷൻസ് വരിക, റോങ് പേയ്മെന്റ് നടത്തി പോവുക, ഇങ്ങനെയുള്ള ഇപ്പോൾ അയാൾ വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുക, വർക്ക് ചെയ്തിട്ടുള്ള ആൾക്ക് 100 രൂപക്ക് വർക്ക് ചെയ്ത ആൾക്ക് 80 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 100 രൂപക്ക് വർക്ക് ചെയ്ത ആൾക്ക് 120 രൂപ കൊടുക്കുക. അപ്പോൾ ഓവർ ഓർ അണ്ടർ ഓർ റോങ് പേയ്മെന്റ് ഇത് നടത്തുന്നതിന്റെ വോളിയം മാക്സിമം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നല്ല ഒരു വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ദ വേജ് ഷീറ്റ് ഷുഡ് നോട്ട് ബി പ്രിപ്പയർഡ് ബൈ 1 ക്ലർക്ക് അലോൺ. ഒരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കമ്പനിയിലെ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യരുത്. എല്ലായ്പ്പോഴും പീസ് റൈറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തതിനുള്ള വേജ് ഷീറ്റ് സെപ്പറേറ്റും ടൈം റെക്കോർഡിംഗ് സിസ്റ്റം പ്രകാരമുള്ള അല്ലെങ്കിൽ ടൈം റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലർക്കുമാരുമായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഒറ്റ ക്ലർക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഓക്കെ. എ സെറ്റ് ഓഫ് ക്ലർക്ക്, നോർമലി 4 ക്ലർക്ക് ഉണ്ടായിരിക്കും. എ സെറ്റ് ഓഫ് ക്ലർക്സ് ഷുഡ് ബി ഡു ദിസ് വർക്ക്. അപ്പൊ ഈ വർക്ക് ആര് ചെയ്യണം, ഒരു 4 ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ടീം ആയിരിക്കണം ഈ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫോർ ടൈം വർക്കേഴ്സ് ആൻഡ് പീസ് വർക്കേഴ്സ് സെപ്പറേറ്റ് വേജ് ഷീറ്റ് മസ്റ്റ് ബി യൂസ്ഡ്. Then to minimize the chance of errors and fraud in the preparation of wage sheet, in the following points should be taken into account. അപ്പൊ അങ്ങനെ ഒരു ഓവർ എമൗണ്ട് അല്ലെങ്കിൽ അണ്ടർ എമൗണ്ട് അല്ലെങ്കിൽ റോങ് പേയ്മെന്റ് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പോസിബിലിറ്റീസ് മാക്സിമം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫാക്ട് ആണ് പറയുന്നത്. ഒന്ന്, ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പൊ എന്തിന്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? Then wage sheet should be prepared with the help of attendance register, overtime slip or pass out slip. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടൈം റെക്കോർഡിംഗിന്റെ അല്ലെങ്കിൽ പാസ് ഔട്ട് സ്ലിപ്പിന്റെ അല്ലെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുള്ള ഇതിന്റെ ബേസ് കൺസിഡർ ചെയ്തിട്ടാണ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഫാക്ട് അതാണ്. അതായത് അയാൾ എൻ്റർ ചെയ്തിട്ടുള്ള സമയം, അയാൾ പുറത്തേക്ക് പോയിട്ടുള്ളതും, അയാൾ എൻ്റർ ചെയ്തിട്ട് ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ദെൻ അതുപോലെ സ്പെഷ്യൽ കേസിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് സ്ലിപ്പും വെരിഫൈ ചെയ്യണം. ഇതാണ് ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ. സെക്കൻഡ് പാർട്ട്, സെപ്പറേറ്റ് ഷീറ്റ്. അപ്പൊ സെപ്പറേറ്റ് വർക്ക് ഷീറ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഫോർ ടൈം വർക്കേഴ്സ് ആൻഡ് പീസ് വർക്കേഴ്സ് വേജ് ഷീറ്റ് ഷുഡ് ബി യൂസ്ഡ് സെപ്പറേറ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ടൈം റെക്കോർഡിങ്ങിനും അതായത് ടൈം റേറ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പീസ് റേറ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ക്ലർക്കുമാര് പ്രിപ്പയർ ചെയ്യണം. ദെൻ ചെക്കിംഗ് ദ വേജ് ഷീറ്റ്. അപ്പൊ വേജ് ഷീറ്റ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ the fourth clerk in the team will check the calculation, deduction and net amount to be paid to the workers. അപ്പൊ നമ്മൾ പറഞ്ഞു 4 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ആളായിരിക്കണം, ടീം ആയിരിക്കണം എന്ത് ചെയ്തത്, വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയം എല്ലായ്പ്പോഴും 4ാമത്തെ ആളായിട്ടുള്ള സീനിയർ ഒഫീഷ്യൽ ആയിരിക്കണം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ആക്ച്വൽ പേയ്മെന്റ് എത്ര, ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഓവർ ആൻഡ് അബോവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ടത്. ദാറ്റ് സിഗ്നേച്ചർ. The wage sheet is signed by all clerks who participated in the preparation.
അപ്പോൾ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 4 പേര് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ 4 പേരും വേജ് ഷീറ്റിൽ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ദാറ്റ് മീൻസ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇത് റൈറ്റ് വേയിലാണ്. അതായത് വേജ് ഷീറ്റിന് ടൈം റേറ്റിൽ സെപ്പറേറ്റ് ഉണ്ട്, വേജ് ഷീറ്റിൽ സെപ്പറേറ്റ് ഉണ്ട്, ഓവർ ടൈമിന് അറ്റൻഡൻസ്, പാസ് ഔട്ട് സ്ലിപ്പ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഓവർ ആൻഡ് അബോവ് എല്ലാം ഫെയർ റേറ്റിൽ, ഫെയർ ടൈമിൽ, ഫെയർ ബേസിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് എൻഷുർ ചെയ്യുന്നതിന് ഈക്വൽ ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ദ വേജ് ഷീറ്റ് ഷുഡ് ബി സൈൻ ബൈ വർക്ക്സ് മാനേജർ. എന്നിട്ട് എന്ത് ചെയ്യണം, വർക്ക്സ് മാനേജർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു. വർക്ക്സ് മാനേജർ അത് സൈൻ ചെയ്തിട്ട് വേജ് ഷീറ്റ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ വേജ് ഓഫീസിലേക്ക് അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നു. Then approval and wage payment. Each and every wage sheet should be approved by the factory manager or works manager. അപ്പോൾ ഇങ്ങനെ ഈ 4 ക്ലോക്കുമാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എവിഡൻസ് വെച്ചുകൊണ്ട് വർക്ക്സ് മാനേജർ വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, വർക്ക്സ് വേജ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്ത് പോവാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ട് പേയ്മെന്റ് ഓഫ് വേജസ്. പേയ്മെന്റ് എന്ത് ചെയ്യുന്നു, നടത്തുന്നു. അപ്പോൾ അവിടെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. വേജ് ഷീറ്റ് വേജ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ആളുകളുടേതും ഓരോ എത്ര ടൈമിൽ അല്ലെങ്കിൽ എത്ര പീസാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് ഫേമിൽ ഉണ്ടായത്, എപ്പോഴാണ് പുറത്തു പോയതൊക്കെ റെക്കോർഡ് ചെയ്തു. അതിന്റെ ബേസ് കൺസിഡർ ചെയ്തുകൊണ്ട് വേജ് ഷീറ്റ് ഉണ്ടാക്കി. ഇനി ഈ വേജ് ഷീറ്റ് ഇപ്പോൾ ഇവിടെ എവിടെ എത്തിയിട്ടുണ്ട്, വേജ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇനി വേജ് ഓഫീസിൽ എന്ത് ചെയ്യണം, പേയ്മെന്റ് നടത്തണം. ഓക്കെ, അപ്പോൾ പേയ്മെന്റ് ഓഫ് വേജസ് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. The following guidelines should be taken into account for the payment of wages. Number 1, the approved wage sheet should be passed over to the cashier. He is not supposed to be associated with the preparation of wage sheet. Wage sheet prepare ചെയ്ത് കഴിഞ്ഞാൽ ഈ വേജ് ഷീറ്റ് എന്ത് ചെയ്യുന്നു, കാഷ്യർക്ക് ഫോർവേഡ് ചെയ്യുന്നു. കാഷ്യർ എന്ത് ചെയ്യാൻ പാടില്ല, വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന 4 ക്ലർക്കിൽ ഒരാളാവാൻ പാടുള്ളതല്ല. ഓക്കെ, then the cashier should withdraw the sum as shown under the net wage column. അപ്പോൾ ആ വേജ് കോളം എഴുതി കൊടുത്ത് അതിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ടോട്ടൽ നെറ്റ് വേജ്. ഓക്കെ, അപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോട്ടൽ കോളത്തിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഈ കാഷ്യർ കളക്ട് ചെയ്യുന്നു. എവിടുന്ന ക്യാഷ് കിട്ടുക, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. Then the amount payable as net wage to each worker should kept in the envelope, then indicating the name of worker and the amount contained therein. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഇങ്ങനെയൊന്നും കമ്പനി നടക്കുന്നില്ല. കാരണം ഓരോ വർക്കേഴ്സിനും അവരുടെ നെയിം ഒരു കവറിന്റെ മേലെ, ഒരു എൻവലപ്പിന്റെ മേലെ അവരുടെ പേര് എഴുതുന്നു. അതിലുള്ള അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ അതിനകത്ത് ഇത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ കാഷ്യർ എന്ത് ചെയ്താണ്, ഇത് സ്റ്റാപ്ലർ അടിച്ചിട്ടാണ് ഈ ഓരോ വർക്കേഴ്സിന്റെയും പേര് വിളിച്ചിട്ട് ഈ പേയ്മെന്റ് കൊടുത്തു തീർക്കുന്നത്. ഇതൊരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ എന്തായി, ഓൺലൈൻ പേയ്മെന്റ് ആയി. ഓക്കെ, ദെൻ all workers who have to receive the wage should present personally at the time of payment. അപ്പോൾ എന്തായിരിക്കണം, എല്ലാ ആളുകളും വേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പണ്ടത്തെ ഒരു സിസ്റ്റം പ്രകാരം വീക്കെൻഡിലാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ സാറ്റർഡേയിൽ ഒരു 3 o'clock അല്ലെങ്കിൽ 4 o'clock കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ബിസിയായി, എല്ലാവരും ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായി. അപ്പോൾ ഓരോ ആളുകളും എന്ത് ചെയ്യണം, ക്യൂ പാലിച്ച് നിന്നുകൊണ്ട് ക്യാഷിന്റെ അടുത്ത് പോയിട്ട് ക്യാഷ് കളക്ട് ചെയ്ത് പോകണം. അപ്പോൾ ആ പേര് വിളിക്കുന്ന ആളായിരിക്കണം അവിടെ അവൈലബിൾ ആവേണ്ടത്. അയാൾ പേഴ്സണലി ആ ക്യാഷ് കളക്ട് ചെയ്ത് പോരുകയാണ് വേണ്ടത്. The foreman of each department should present at the time of payment to identify the workers in his department. അപ്പോൾ ഫോർമാൻ ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഫോർമാനും സെപ്പറേറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കണം. കാരണം അയാളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണ് ഈ ക്യാഷ് കളക്ട് ചെയ്ത് പോകുന്നതെന്ന് ഓരോ ഫോർമാനും എൻഷുർ ചെയ്യണം. ഓക്കെ, then a list of cashier workers should be prepared and payment should be made in the presence of a responsible official. ഇപ്പോൾ ഡെയിലി വേജസിന് ഏതെങ്കിലും പേയ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആ ഡെയിലി വേജസിന്റെ ഇപ്പോൾ വീക്കെൻഡ് വരെ ഇല്ല അല്ലെങ്കിൽ മന്ത് എൻഡ് ഇല്ല എന്നുള്ള കേസാണെങ്കിൽ ഇപ്പോൾ ഡെയിലി വേജസിനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു പേയ്മെന്റ് ഒരു കാഷ്വൽ ഫോർമാറ്റിൽ കൊടുക്കണം. അതിന് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ എന്തായിരിക്കണം, അവിടെ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, then some special arrangement should be made for the payment of absentees and a list of unpaid workers must be prepared by the concerned formats. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കേസിൽ ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിട്ട് ക്യാഷ് കളക്ട് ചെയ്യാൻ അതേ ദിവസം വരാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആബ്സെന്റീസ് ഉണ്ടായിരിക്കും. ആ ആബ്സെന്റ് ആരാണോ ഉള്ളത്
അവരുടെ ലിസ്റ്റ് ഫോർമാൻ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഫോർമാൻ എന്ത് ചെയ്യണം, ആ ക്യാഷ് കളക്ട് ചെയ്ത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ അത് എന്ത് ചെയ്യുക, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. The payment of wages should be made in the presence of works manager. എല്ലായ്പ്പോഴും വർക്ക്സ് മാനേജർക്ക് മുമ്പാകെ ആയിരിക്കണം ക്യാഷ് പേയ്മെന്റ് നടത്തേണ്ടത്. ഇതൊക്കെ തിയറട്ടിക്കൽ അപ്രോച്ച് ആണ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, then after the disbursement of wage is completed, a list of unclaimed wage should be prepared, then signed by the cashier, foreman and the works manager. ഓക്കെ, അപ്പൊ അങ്ങനെ ആബ്സെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കാതിരിക്കും. അപ്പൊ അത് അൺക്ലെയിംഡ് വേജസ് ആയി. അപ്പൊ അൺക്ലെയിംഡ് വേജസ് എത്രയാണെന്നുള്ളത് കൗണ്ട് ചെയ്യണം. എന്നിട്ട് വർക്ക്സ് മാനേജറും ഫോർമാനും കാഷ്യറും അതിൽ സൈൻ ചെയ്യണം, ഇത്രയും എമൗണ്ട് അൺക്ലെയിംഡ് എമൗണ്ട് ആണ് എന്നുള്ളത്. ഓക്കെ, then it is advisable that a director or senior officer may take surprise visit while the wages are dispersed. This would act as a good moral check and effective measure of control. അപ്പോൾ നല്ലൊരു എന്താ പറയുക, സർപ്രൈസ് വിസിറ്റ് ഒരു സീനിയർ ഓഫീസർ, ആ ഫേമിലുള്ള സീനിയർ ഓഫീസർ ഈ ഒരു പേയ്മെന്റ് നടത്തുന്ന സിറ്റുവേഷനിൽ അവിടെ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്നത് ഒരു മോറൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു മോറൽ ചെക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Then now wages are paid through ATM counter, then through the bank, then cashless payment, wages credited to workers bank account. ഓക്കെ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്താ നടക്കുന്നത്, എല്ലാവരുടെ അക്കൗണ്ടിലേക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, കവർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പറഞ്ഞ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്ന സമയം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫാക്ട് കൃത്യമായി ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഫേമിനകത്ത് നിന്നും പേയ്മെന്റ് ഓഫ് വേജസ് എന്ന് പറയുന്ന പാർട്ടിൽ ഒരു ഇറോസും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു.